ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് ഇംഗ്ലീഷാണ് നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇംഗ്ലീഷിൽ നമ്മൾ ഫസ്റ്റ് പോയം പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ പോയത്തിൻ്റെ പേരെന്ന് പറയുന്നത് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്. യൂണിറ്റ് 1 തന്നെ ഒരു ഇതാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്. അപ്പോൾ ഇതിൻ്റെ ഓതർ എന്ന് പറയുന്നത് വില്യം വേർഡ്സ്വർത്ത് ആണ്. വില്യം വേർഡ്സ്വർത്ത് നിങ്ങൾക്കറിയാം, റൊമാൻറ്റിക് പീരീഡിലെ ഒരു ഓതറായിരുന്നു, പോയറ്റായിരുന്നു വില്യം വേർഡ്സ്വർത്ത്. 1770 to 1850 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫ് പീരീഡ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് ഒക്കെ തന്നിട്ടുണ്ട്. ഏതാണ് ഫേമസ് വർക്ക്സ്? ഇൻക്ലൂഡ്സ് ഡാഫോഡിൽസ്, ലൂസി ഗ്രേ ആൻഡ് പ്രില്യൂഡ്. In a simple, ordinary language, Wordsworth presents nature as an antidote to the corrupting influences of society. He is also known as the poet of nature. അപ്പോൾ പ്രകൃതിയെ കുറിച്ച് കൂടുതൽ കവിതയാണ് വില്യം വേർഡ്സ്വർത്ത് എഴുതിയത്. ഈ മനുഷ്യൻ്റെ തിന്മകളെയൊക്കെ പ്രകൃതിയോട് ചേർത്ത് വെച്ചിട്ട് എന്താണ് കവിതകൾ എഴുതുന്ന ഒരു രീതിയായിരുന്നു വില്യം വേർഡ്സ്വർത്തിനുള്ളത്. അപ്പോൾ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിലും അതേപോലെ തന്നെയാണ് പ്രകൃതിയോട് ഇണങ്ങി ചേർന്നിട്ട് മനുഷ്യൻ്റെ അനീതിയെക്കുറിച്ച്, മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുന്നൊരു കവിത പോലെയാണ് ഇത് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കവിതയിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് തന്നിട്ടുള്ളതെന്ന്. I heard 1,000 blended notes while in a grove I sat reclined. എന്താണ്? I heard 1,000 blended notes. ബ്ലെൻഡഡ് നോട്ട്സ് എന്ന സംഗീതത്തിൻ്റെ നോട്ട്സ് സംഗീതമാണ് ഉദ്ദേശിക്കുന്നത്, മ്യൂസിക്കൽ നോട്ട്സാണ് ഉദ്ദേശിക്കുന്നത്. ബ്ലെൻഡഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കുറേ കലർന്ന. അപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ 1000 ബ്ലെൻഡഡ് സംഗീതത്തിൻ്റെ നോട്ട്സ് കേൾക്കുകയാണ്. എവിടെ? വൈൽ ഇൻ എ ഗ്രൂവ് ഐ സാറ്റ് റിക്ലൈൻഡ്. എന്താണ്? ഒരു ഗ്രൂവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മരങ്ങളൊക്കെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സ്ഥലം. അപ്പോൾ നിറച്ച് മരങ്ങളുടെ ഇടയിലാണ് വില്യം വേർഡ്സ്വർത്ത് ഇരിക്കുന്നത്. ഐ സാറ്റ് റിക്ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നല്ല ഒരു റിലാക്സ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ മരത്തുമ്പോൾ ചാരിയോ അല്ലെങ്കിൽ കിടന്നോ അങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നത്. സെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റ് ഇരിക്കുന്നതിൻ്റെ തന്നെ സെയിം മീനിങ് തന്നെയാണ് ഇവിടെ സെയ്റ്റിൻ്റെ വന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചാരിക്കിടന്ന് പ്രകൃതിയുടെ മനോഹരമായ ശബ്ദങ്ങൾ ആസ്വദിക്കുകയാണ്. ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറയുമ്പോൾ എന്താ? ചിലപ്പോൾ കിളികളുടെ സൗണ്ട് ഉണ്ടാവും, അല്ലേ? ചിലപ്പോൾ കാറ്റിൻ്റെ സൗണ്ട് ഉണ്ടാവും. പലതരം കിളികൾക്ക് പല സൗണ്ട് അല്ലേ? അതാണ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് കൊടുത്തത്. എന്താണ്? ഇൻ ദാറ്റ് സ്വീറ്റ് മൂഡ് വെൻ പ്ലസൻറ്റ് തോട്ട്സ് ബ്രിങ് സാഡ് തോട്ട്സ് ടു ദ മൈൻഡ്. എന്താണ്? അപ്പോൾ ആ നല്ല നിമിഷത്തിൽ, ആ മനോഹരമായ നിമിഷത്തിൽ ഞാൻ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചു. നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അവസാനം എത്തിയത് എന്ത് കാര്യത്തിലേക്കാണ് എൻ്റെ മനസ്സ്? ചീത്ത അല്ലെങ്കിൽ സങ്കടം തരുന്ന കാര്യത്തിലേക്കാണ് എൻ്റെ മനസ്സ് എത്തിയത്. നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചപ്പോഴും അവസാനം എനിക്ക് എൻ്റെ മനസ്സിലേക്ക് എന്ത് വന്നു? ഈ സങ്കടകരമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു, അല്ലേ? നമ്മളായാലും ഇപ്പം നമ്മൾ കുറേ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഇരുന്നാലും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് അറിയാണ്ട് തന്നെ നമുക്ക് സങ്കടപ്പെടുന്ന ചില ഓർമ്മകൾ നമുക്ക് വരും, അല്ലേ? നമ്മൾ വിചാരിച്ച് വന്നതല്ല, പക്ഷേ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മനസ്സറിയാതെ തന്നെ വന്നതാണ്. അപ്പോൾ അതേപോലെ കവി പറയാണ്, ഞാൻ നല്ല കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിച്ചത് എങ്കിൽ പോലും എൻ്റെ മനസ്സിലേക്ക് അതിൻ്റെ ഭാഗമായിട്ട് കുറേ വിഷമകരമായ സംഭവങ്ങളും വന്നു. ഞാൻ നമുക്ക് അടുത്ത പേജിലേക്ക് പോകുമ്പോൾ എന്ത് കാണാൻ പറ്റും? To her fair works did nature link the human soul that through me ran. എന്താണ്? And much it grieved my heart to think what man has made of man. എന്താണ്? പ്രകൃതി നമുക്ക് തന്നെ എന്തൊക്കെ ഫെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളാണ് പ്രകൃതി നമ്മളോട് ചെയ്തിട്ടുള്ളത്, അല്ലേ? പ്രകൃതി നമുക്കൊരു ദോഷവും ചെയ്യുന്നില്ല. ഈ പ്രകൃതിയും നമ്മുടെ മനസ്സുമായിട്ടൊരു ലിങ്ക് ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് പ്രകൃതി നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ കുറച്ച് നേരം ഒരു പ്രകൃതി, ഒരു മരങ്ങളും അല്ലെങ്കിൽ അതൊക്കെയുള്ള സ്ഥലത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ ഫ്രഷ് എയറൊക്കെ ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്രഷ് എയർ, നമ്മൾ ഇരിക്കുന്ന ഉന്മേഷം തോന്നും, അല്ലേ? അത് കവി പറയാണ്, പ്രകൃതിയും നമ്മളും തമ്മിൽ, നമ്മുടെ മനസ്സും തമ്മിലൊരു ലിങ്ക് ഉണ്ട്, ഒരു കണക്ഷൻ ഉണ്ട്. അതെന്താണ്? പ്രകൃതി നമുക്ക് ചെയ്യുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. പ്രകൃതി നമുക്ക് ഒരിക്കലും ദോഷമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മെൻ. പക്ഷേ എന്ത് ഞാൻ ചിന്തിച്ചു? മനുഷ്യൻ എന്താണ് തിരിച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടി എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ആലോചിച്ചപ്പോൾ എനിക്ക് വളരെ, എൻ്റെ ഹൃദയത്തിന് വളരെ സങ്കടം തോന്നുന്നു. ഗ്രീവ്ഡ്, വിഷമം, അല്ലെങ്കിൽ വിലാപം എന്നാണ് ഗ്രീവ്ഡിൻ്റെ അർത്ഥം. ഞാനത് ഭയങ്കര സങ്കടത്തോടു കൂടി ഓർക്കാണ്, മനുഷ്യന് വേണ്ടി എന്താണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ അവിടെയാണ് സാഡ് തോട്ട് വന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതാണ് സാഡ് തോട്ട് വന്നു എന്ന് പറയാനുള്ള കാരണം.
എന്താണ് പ്രകൃതി നല്ലതാണ് നമുക്ക് ചെയ്ത് തന്നിട്ടുള്ളത്. പക്ഷെ നമ്മൾ തിരിച്ച് പ്രകൃതിയോട് ചെയ്തിട്ടുള്ള എന്താണെന്ന് ഓർക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വിഷമം വരുന്നു എന്നാണ് കവി പറയുന്നത്. ഓക്കെ, ഇനി അപ്പോൾ അടുത്ത ഇപ്പം നിങ്ങൾ ഫസ്റ്റ് 4 ലൈൻസ് നോക്കി. ഫസ്റ്റ് 4 ലൈൻസിൻ്റെ ലാസ്റ്റ് വേർഡ്സ് നോക്കി. ഇനി ഫസ്റ്റ് ലൈനിൽ എന്താണ്? ഐ ഹേർഡ് 1,000 ബ്ലെൻഡഡ് നോട്ട്സ് while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വേർഡ് ശ്രദ്ധിക്കുക. ഫസ്റ്റ് ലൈനിൻ്റെ ലാസ്റ്റ് വേർഡ് നോട്ട്സ്, സെക്കൻഡ് റിക്ലൈൻഡ്, തേർഡിൻ്റെ തോട്ട്സ്, ഫോർത്തിൻ്റെ മൈൻഡ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ നോട്ട്സ് എസ് ആണ് അവസാനിക്കുന്നത്, എസ്. ചിലപ്പോൾ റൈമിങ് നമ്മൾ എ ആക്കി എടുക്കും. റൈമിങ് പറയാനാണ് ഈ പോയത്തിൻ്റെ എ. അപ്പോൾ സെക്കൻഡ് ലൈനിന് തേർഡ് ലൈൻ നോക്കി, തേർഡ് ലൈനും അവസാനിക്കുന്നത് എസ് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയും എ തന്നെയാണ് റൈമിങ് വന്നത്. സെക്കൻഡ് ലൈൻ അവസാനിക്കുന്നത് ഡി വെച്ചിട്ടാണ്, ഫോർത്ത് ലൈൻ അവസാനിക്കുന്നതും ഡി വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ സൗണ്ട് നമ്മൾ ഡ ബി ആണെന്ന് നമ്മൾ പറയും. അപ്പോൾ റൈമിങ് ഇങ്ങനെ വരും, എ ബി ആണ് ആ 4 ലൈനിൻ്റെ റൈമിങ്. ഓക്കെ, എ ബി ആണ് റൈമിങ് ചോദിക്കുകയാണെങ്കിൽ എ ബി. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വേർഡ് നോക്കുക, അങ്ങനത്തെ സിമിലാരിറ്റി നോക്കിയിട്ടാണ് നമ്മൾ റൈമിങ് കണ്ടുപിടിക്കുക. ഓക്കെ, നമുക്ക് ഇപ്പോൾ പറഞ്ഞ വരി കൂടി നോക്കാം. നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് ലൈൻ്റെ ലിങ്ക് അല്ലേ, സെക്കൻഡ് ലൈൻ്റെ റാൻ, തേർഡ് ലൈൻ്റെ തിങ്ക്, ഫോർത്ത് ലൈൻ്റെ മാൻ. അപ്പോൾ അവിടെ നോക്കി, ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ലിങ്ക് തിങ്ക് അല്ലേ. കെ വെച്ചിട്ടാണ് രണ്ടും അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ റൈമിങ് അവിടെ രണ്ടും എ. ഫസ്റ്റ് ലൈനിൻ്റെ റൈമിങ് എ ആണ്, എന്താണ് തേർഡ് ലൈനിൻ്റെ റൈമിങ് എ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും നോക്കിയേ, റാൻ മാൻ അല്ലേ. അപ്പോൾ ബി. അപ്പോൾ അവിടെ റൈമിങ് എ ബി. ഓക്കെ, ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും തമ്മിലാണ് റൈമിങ് ഉള്ളത്, സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും തമ്മിലാണ് റൈമിങ് ഉള്ളത്. അപ്പോൾ എ ബി ആണ് അടുത്ത റൈമിങ്. ഓക്കെ, അപ്പോൾ ഈ പോയത്തിന് മൊത്തം അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ എ ബി റൈമിങ്ങിലാണ് വില്യം വേർഡ്സ്വർത്ത് ഈ പോയം എഴുതിയത്. നമുക്ക് അടുത്ത് നോക്കാം. ത്രൂ primrose tufts in that green bower the periwinkle trailed its wreath, and it's my faith that every flower enjoys the air it breathes. എന്താണ് പ്രിംറോസ് എന്ന് പറഞ്ഞൊരു ഒരു ചെടിയുടെ പേരാണ്. ഓക്കെ, നോക്കുമ്പോൾ ഒരു ചെറിയ കളർ, എന്താണ് മഞ്ഞ കളർ ചെറിയ പൂവുണ്ടാവുന്ന ഒരു ചെടിയുടെ പേരാണ് പ്രിംറോസ് എന്ന് പറയുന്നത്. പ്രിംറോ ടഫ്സ് ഇൻ ദാൻ ഗ്രീൻ ബോവർ എന്ന് വെച്ചാൽ ഒരു വള്ളിച്ചെടിയാണ്. ഓക്കെ, ആ പച്ചയായിട്ടുള്ള ബോവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ലൊരു വള്ളിക്കുടിൽ നമ്മൾ മലയാളത്തിൽ പറയും. ഗ്രീൻ ബോവർ, പച്ചയായ ഒരു വള്ളിക്കുടിൽ. ഓക്കെ, ക്ലൈംബ് ചെയ്യണ നമുക്ക് കണ്ടിട്ടുണ്ട് ഈ ചെടികൾ, മരത്തുമേക്കടൊക്കെ കയറി പോകുന്ന ചെടികൾ അല്ല, അല്ലെങ്കിൽ ഗാർഡനിൽ നമ്മൾ വള്ളിയൊക്കെ കെട്ടി പടർത്തി വിടുന്ന ചെടികൾ. അങ്ങനെ ഒരു ചെടിയാണ് ഇത് പ്രിംറോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഗ്രീൻ ബോവറാണ്. അതുപോലെ തന്നെ വേറൊരു ചെടിയുടെ കാര്യം പറയുന്നുണ്ട്, പെരിവിങ്കിൾ അല്ലേ. പെരിവിങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഇതേപോലെ തന്നെ വളരുന്ന ഒരു ചെടിയാണ്. ട്രെയിൽഡ് ഇറ്റ്സ് റീത്ത് എന്ന് പറഞ്ഞാൽ എന്താ, അതിങ്ങനെ അതും ഒരു വള്ളിച്ചെടിയാണ്. അത് വളർന്ന് ഒരു റീത്ത് പോലെ. റീത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. റീത്ത് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഒരു ഹാരം അല്ലെങ്കിൽ ഒരു മാല പോലെ നമുക്ക് റീത്ത് വയ്ക്കുകയെന്ന് പറയാം. സെയിം തന്നെ റീത്ത്, പൂക്കൾ കൊണ്ട് ഒരു മനോഹരമായിട്ടൊരു മാല തീർത്തു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ചെടികളും പ്രിംറോസും പെരിവിങ്കിളും രണ്ടും ഇടകലർന്നാണ് വളരുന്നത്. ഈ പ്രിംറോസിൻ്റെ ഇടയ്ക്കിടെയാണ് നമ്മുടെ ഈ പെരിവിങ്കിൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും ഈ രണ്ട് ചെടികൾക്കും തമ്മിൽ ശ്വാസം മുട്ടുണ്ടെന്ന് തോന്നും അല്ലേ. അങ്ങനെയാണ് അവർ രണ്ടും ഇടകലർന്നാണ് അവിടെ വളരുന്നത്. പക്ഷേ ഈ പോയിറ്റ് പറയാണ്, ആൻഡ് ഇറ്റ്സ് മൈ ഫെയ്ത്ത് ദാറ്റ് എവ്രി ഫ്ലവർ എൻജോയ്സ് ദ എയർ ഇറ്റ് ബ്രീത്ത്. എന്താണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ചെടികളും അവർക്ക് കിട്ടുന്ന ശ്വാസം അവർ ആനന്ദിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ അവർക്ക് ശ്വാസം മുട്ടലല്ല അനുഭവപ്പെടുന്നത്, എന്താണ് അവർക്ക് കിട്ടുന്ന ശ്വാസം. എന്താണ് അവർ ഇടകലർന്നാണ് വളരുന്നതെങ്കിലും അവിടെ എന്താണ് അവരവിടെ പരാതിയോ പരിഭവമോ പറയുന്നില്ല. അവർക്ക് കിട്ടുന്നത് അനുസരിച്ച് അവർ നല്ല സന്തോഷത്തോടെ വളരുന്നു. ഇവിടെ മനുഷ്യൻ്റെ കാര്യമാണ് നമ്മൾ കവി ഉദ്ദേശിക്കുന്നത് അല്ലേ. മനുഷ്യൻ ഓരോന്നിനും പരാതി പറയും അല്ലേ. നല്ല കാര്യങ്ങളൊന്നും ഓർക്കാതെ എന്താണ് ഈ ഇല്ലായ്മയും കുറവിനും പരാതി പറയുന്നവരാണ് മനുഷ്യർ. പക്ഷെ ചെടികൾ അങ്ങനെയല്ല, അവർ തമ്മിൽ അത്രയും തിക്കുമുട്ടിയാണ് വളരുന്നത്. ഒരു ചെടിയുടെ ഇടയ്ക്കിടെയാണ് മറ്റേ ചെടി വളരുന്നത്. എങ്കിലും അവരെന്താണ് പരസ്പരം അവർക്ക് കിട്ടുന്ന എയർ അവർ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ മനുഷ്യനെതിരായിട്ടുള്ളൊരു കാര്യം കവി ആ ചെടികളുടെ കാര്യത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. The birds around me hoped and played, the thoughts I cannot measure, but the least motion
വിച്ച് ദേ മെയ്ഡ് ഇറ്റ് സീംഡ് എ ത്രിൽ ഓഫ് പ്രഷർ. ഇപ്പോൾ എന്താണ് പറയുന്നത്? പ്ലഷർ. ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ ചെടികളുടെ കാര്യം പറഞ്ഞു, ഇനി ബേഡ്സിലേക്ക് പോവുകയാണ്. ഓക്കെ, ബേഡ്സ് എങ്ങനെയാണ്? ബേഡ്സ് എൻ്റെ ചുറ്റും കിടന്ന് തുള്ളിച്ചാടി ചാടി ചാടി കളിക്കുന്നുണ്ട്. എന്താണ് എന്താണ് അവർ മനസ്സിൽ വിചാരിച്ചതെന്ന് എനിക്ക് അളക്കാനൊന്നും പറ്റിയില്ല. അവരുടെ ചിന്തകൾ എന്താണെന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അവരുടെ മോഷൻ, അവരുടെ ആ ചലനം കണ്ടിട്ട് എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അവർ നല്ല സന്തോഷത്തിലാണ്. അവരുടെ തുള്ളിച്ചാട്ടവും ആ കളിയും അല്ലെങ്കിൽ സൗണ്ട് ഉണ്ടാക്കലോ കേൾക്കുമ്പോൾ എനിക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അവർ നല്ല പ്ലഷറിലാണ്, അവർക്ക് നല്ല സന്തോഷം, സങ്കടമല്ല അവർക്കുള്ളത്, അവർ നല്ല സന്തോഷത്തിലാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, അവിടെ എന്താ പക്ഷികളും അതേപോലെ തന്നെ നല്ല സന്തോഷത്തിലാണ് അവിടെ വളരുന്നതെന്നാണ് കവി അവിടെ ഉദ്ദേശിച്ചത്. അടുത്ത് നോക്കാം. ദ ബഡ്ഡിംഗ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദ വാസ് പ്ലഷർ ദർ. എന്താണ് ബഡ്ഡിംഗ് ട്വിഗ്സ്? ഈ തളിരിട്ട് തന്നെ ഈ പയറൊക്കെ മുളച്ചിങ്ങനെ ഇലയായിട്ട് കൂമ്പി വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? പയർ മണിന്ന് ഇല ഇങ്ങനെ വിടർന്ന് പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ എന്താണ് ബഡ്ഡിംഗ് ട്വിഗ്സ്? എന്താണ് ആ വിടർന്ന് വന്ന ഒരു തളിര് അവരുടെ എന്താണ് ഇല അങ്ങനെ പുറത്തേക്ക് പൊട്ടി വിടരും അല്ലേ? അതിനെയാണ് സ്പ്രെഡിങ് ഔട്ട് ദെയർ ഫാൻ എന്ന് പറയുന്നത്. ആ ഇല ഇങ്ങനെ പൊട്ടി വിടുന്നതിനെയാണ് സ്പ്രെഡിങ് ഔട്ട് ദെയർ ഫാൻ എന്ന് പറയുന്നത്. അവരെന്തിനാണ് ആ ഇല പൊട്ടി വിടുന്നതെന്നാണ് കവി പറയുന്നത്? ടു ക്യാച്ച് ദ ബ്രീസി എയർ അല്ലേ? ആ കാറ്റിനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഇല വിടർത്തുന്നതെന്നാണ് കവി ഇവിടെ പറയുന്നത്. എന്താണ് അതൊക്കെ എന്താണ്? എല്ലാത്തിനും സന്തോഷമാണെന്നാണ് കവി പറയുന്നത്. ഓൾ ആൻഡ് ഐ മസ്റ്റ് തിങ്ക് ഡു ഓൾ ഐ ക്യാൻ ദാറ്റ് ദർ വാസ് പ്ലഷർ ദെയർ. എന്താണ് ഞാൻ എവിടെ നോക്കിയാലും എന്ത് ഈ പ്രകൃതിയിൽ ഇരുന്നിട്ട് ഈ ഗ്രൂവിലിരുന്നിട്ട് ഞാൻ എവിടെ നോക്കിയാലും എനിക്ക് എന്ത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ? സന്തോഷം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിപ്പോൾ ചെടികളുടെ കാര്യമായാലും പക്ഷികളുടെ കാര്യമായാലും എന്താണ് എന്തിൻ്റെ കാര്യമായാലും എന്താണ് ഇവിടെ ഇരിക്കുമ്പോൾ എന്താണ് സന്തോഷം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. പക്ഷേ ഈ കവി മാത്രം എനിക്ക് മാത്രമാണ് ഒരു സങ്കടമായ ചിന്ത വരുന്നത്. ബാക്കി പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമാണെന്നാണ് കവി പറയുന്നത്. ഓക്കെ, if this belief from heaven be sent, if such be nature's holy plan, have I no reason to lament what man has made of man? എന്താണ് ഈ ഹെവനും എന്നെ പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഹെവനും എന്താണ്? ദിസ് ഈസ് ദ ബിലീഫ് ഫ്രം ഹെവൻ ബി സെൻറ്റ്. എപ്പോഴും സന്തോഷമായിരിക്കണം എന്നാണ്. എന്താണ് ഹെവനിലും അങ്ങനെയാണല്ലോ എപ്പോഴും സന്തോഷം. അത് തന്നെയാണ് പ്രകൃതിയിലും. അപ്പോൾ എന്താണ് പ്രകൃതിയുടെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത്? എന്താണ് സന്തോഷം പരത്തുക എന്നാണ് പറയുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിക്ക് കൊടുത്ത ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ കർത്തവ്യം എന്ന് പറയുന്നത് ലോകത്ത് സന്തോഷം പരത്തുക എന്നുള്ള കർത്തവ്യമാണ് നേച്ചറിനുള്ളത്. അപ്പോൾ നേച്ചർ അത് ചെയ്യുന്നുണ്ട് അല്ലേ? നേച്ചർ അത് ചെയ്യുന്നുണ്ട്. എങ്ങനെ മനസ്സിലായി? ഈ ബേഡ്സിനെയും അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സ് പ്ലാന്റ്സിനെയൊക്കെ കണ്ടപ്പോൾ കവിക്ക് മനസ്സിലായി നേച്ചറിൻ്റെ ഹോളി പ്ലാനാണ്. എന്താണ് സന്തോഷം പരത്തുക എന്നാണ് നേച്ചറിൻ്റെ ഉള്ള പ്ലാൻ. അത് സ്വർഗത്തിൽ നിന്ന് അങ്ങനെ ഒരു പ്ലാൻ വെച്ചിട്ടാണ് നേച്ചറിനെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ പ്ലാൻ അല്ലെങ്കിൽ ആ കർത്തവ്യം പ്രകൃതി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താ മനുഷ്യനാണത് കാണാതെ പോകുന്നത്, മനുഷ്യനാണതിനെ നശിപ്പിക്കുന്നത്. ഓക്കെ, ഹാവ് ഐ നോ റീസൺ ടു ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിലപിക്കുക, ഓക്കെ, സങ്കടപ്പെടുക. എന്താണ് ഈ മനുഷ്യന് വേണ്ടി ചെയ്യുന്ന കാര്യം, മനുഷ്യന് വേണ്ടി എന്താണ് ഉണ്ടാക്കിയെന്ന് ഓർത്ത് ഞാൻ സങ്കടപ്പെടുന്നതിൽ കാര്യമുണ്ടോ എന്നാണ് നമ്മുടെ കവി ചോദിച്ച് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ കണ്ടോ? അപ്പോൾ മനുഷ്യൻ്റെ തിന്മയ്ക്കെതിരെ നേച്ചർ എന്ന ഒരു നേച്ചറിനെ ഒരു ആയുധമാക്കി, പ്രകൃതിനെ ഒരു ആയുധമാക്കി മനുഷ്യൻ്റെ തിന്മകൾക്കെതിരെ ഉള്ളൊരു കവിതയാണ് ലയൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സന്തോഷം എപ്പോഴും പ്രകൃതിയിലുണ്ട്, നമ്മളായിട്ടാണ് ആ സന്തോഷം കളയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലേ എന്താണ് ഇപ്പോൾ വെള്ളപ്പൊക്കം വന്നു, അതേപോലത്തെ മാരകമായിട്ടുള്ള ഡിസാസ്റ്ററൊക്കെ വരാൻ കാരണം എന്താണ്? നമുക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അല്ലേ? വയലുകൾ നികത്തി വലിയ വലിയ കെട്ടിടങ്ങൾ വെച്ചു, അപ്പോൾ വെള്ളത്തിന് ഒഴുകാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ കവി മുൻകൂട്ടി കണ്ട് എന്താണ് കവിത എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണ് നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് അതുകൊണ്ട് നോക്കാം. ഫസ്റ്റ് നോക്കാം. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ ഐ സാറ്റ് റിക്ലൈൻഡ് ഇൻഡിക്കേറ്റ് അബൌട്ട് ദ പോയിന്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് അല്ലേ? ഐ സൈറ്റ് റിക്ലൈൻഡ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ കവിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ റിലാക്സ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ റിലാക്സ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പോൾ കവി അവിടെ
പ്ലസൻറ്റ് മൂഡിലാണ് അല്ലേ. അത് അടുത്ത ലൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻ ദാറ്റ് സ്വീറ്റ് ആൻഡ് പ്ലസൻറ്റ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പോയറ്റ് വാസ് ഇൻ എ റിലാക്സ്ഡ് ആൻഡ് പ്ലസൻറ്റ് മൂഡ്, അതിൽ സന്തോഷത്തെ അവസ്ഥയിലായിരുന്നു കവി ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്നു വാട്ട് ഡസ് ദ പോയറ്റ് ഫീൽ സാഡ് വൈൽ റിക്ലൈനിങ് ഇൻ ദ ഗ്രൂവ് ആണ്. ആ മരക്കൂട്ടത്തിൻ്റെ ഇടയിൽ ആ മരങ്ങൾക്കിടയിൽ വിശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഈ കവിക്ക് ദുഃഖം ഉണ്ടാവാനുള്ള കാരണം, ദുഃഖം വന്നു എന്ന് പറഞ്ഞു മനസ്സിലേക്ക് അല്ലേ. എന്തുകൊണ്ടാണ് ആ ദുഃഖം വന്നതെന്നാണ് ചോദ്യം. എന്താണ് ദ പോയറ്റ് തിങ്ക് അബൌട്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യന് വേണ്ടി എന്താണ് നിർമ്മിച്ചത് അല്ലെങ്കിൽ ഉണ്ടാക്കിയതെന്ന് ഓർത്താട്ടാണ് കവിക്ക് അവിടെ ദുഃഖം വന്നത്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഹൗ ഡസ് ദ പോയറ്റ് അസോസിയേറ്റ് ഹിംസെൽഫ് വിത്ത് നേച്ചർ. എങ്ങനെയാണ് ഈ നമ്മളെ മനുഷ്യരെയും പ്രകൃതിയായിട്ട് എങ്ങനെയാണ് ഈ പോയറ്റ് ബന്ധപ്പെടുത്തുന്നത്? എങ്ങനെയാണ് നമുക്ക് ആ 31 പേജിലുണ്ട്. ആ ഫസ്റ്റ് പാരഗ്രാഫ് പറയും, ഫസ്റ്റ് 2 lines. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് ദ ഹ്യൂമൻ സോൾ ദാറ്റ് ത്രൂ മീ റൺ. അല്ലേ, നേച്ചർ എന്താണ്, നേച്ചറും പ്രകൃതിയും മനുഷ്യനും തമ്മിൽ എന്താണ് മാനസികമായിട്ടൊരു ബന്ധമുണ്ടെന്നാണ് പറയുന്നത് അല്ലേ. നേച്ചർ ഹാസ് എ ലിങ്ക് വിത്ത് ഹ്യൂമൻ സോൾ എന്നാണ് നമ്മുടെ പോയറ്റ് അവിടെ പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, 4th question. ആൻഡ് മച്ച് ഇറ്റ് ഗ്രീവ്ഡ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് ഡു ദിസ് ലൈൻ കൺവേ. എന്താണ് ഈ വരികൾ നൽകുന്ന ആശയം എന്താണെന്നാണ് ചോദ്യം. എന്താണ് എൻ്റെ എനിക്ക് വളരെ മനുഷ്യന് വേണ്ടി എന്താണ് ഉണ്ടാക്കിയെന്ന് ഓർത്ത് എനിക്ക് വളരെ എൻ്റെ ഹൃദയത്തിൽ വളരെ ദുഃഖം വന്നു എന്നാണ് ആ വരികളുടെ മീനിങ് അല്ലേ. വരികളുടെ ആശയം ഇതെന്താണ് മാൻ ഹി തിങ്ക് അബൌട്ട് ദ ക്രൂവൽറ്റീസ് ഓഫ് മാൻ എഗെയിൻസ്റ്റ് ദ മാൻ. എന്താണ് മനുഷ്യനോട് ചെയ്യുന്ന ഈ തിന്മകളാണ് ആ പോയറ്റിന് ഓർമ്മ വന്നത്, അതുകൊണ്ടാണ് അവിടെ ഒരു സങ്കടം വന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത എന്താണ്, വാട്ട് മേക്സ് ദ പോയറ്റ് തിങ്ക് ദാറ്റ് എവറി ഫ്ലവർ എൻജോയ്സ് ഇറ്റ് എക്സിസ്റ്റൻസ്. എന്താണ് ഓരോ ചെടിക്കും അവരുടേതായ സന്തോഷം അവർ കണ്ടെത്തുന്നുണ്ടെന്ന് പോയറ്റ് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം എന്നാണ് ചോദ്യം. എന്തുകൊണ്ടാണ് ഈ അങ്ങനെ പറയാം, അതുപോലെ നമുക്ക് എന്ത് പറയാം, ആ ടിക്സിൻ്റെ കാര്യം പറയാം, ബഡ്ഡിങ് ടിക്സിൻ്റെ കാര്യം പറയാം അല്ലേ. എന്താണ് ആ അല്ലെങ്കിൽ നമുക്ക് ആ പ്രിംറോസിൻ്റെ കാര്യം പറയാം, ഏത് വേണമെങ്കിലും നമുക്ക് പറയാം. നമുക്ക് ജസ്റ്റ് എന്ത് പറയാം, ദ സൈറ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് ഗ്രോയിങ് ടുഗെദർ അല്ലേ, അങ്ങനെ പറയാം. ദ സൈറ്റ് ഓഫ് ദ ഫ്ലവേഴ്സ് ഗ്രോയിങ് ടുഗെദർ ആൻഡ് എൻജോയിങ് ഇറ്റ്സ് എവറി ബ്രീത്ത് എന്നാണ് നമുക്ക് ഇനി പറയാം. എന്താണ് ആ 2 ചെടികളും ഒരുമിച്ച് വളരുന്നു എങ്കിലും അവർക്ക് കിട്ടുന്ന ആ എയർ അവർ എൻജോയ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ആ ഉത്തരം പറയാം. അല്ലെങ്കിൽ ടിക്സിൻ്റെ കാര്യം പറഞ്ഞിട്ടായാലും നമുക്ക് ഉത്തരം പറയാം. ഓക്കെ, ദ ബഡ്ഡിങ് ട്വിഗ്സ് സ്പ്രെഡ് ഔട്ട് ദെയർ ഫാൻ ടു ക്യാച്ച് ദ ബ്രീസി എയർ, അങ്ങനെയും പറയാം. അതും വേണമെങ്കിൽ നിങ്ങൾക്ക് അതിന് ഉത്തരമായിട്ട് എഴുതാം. വാട്ട് ഈസ് നേച്ചേഴ്സ് ഹോളി പ്ലാൻ, ഹൗ ഡസ് മാൻ വർക്ക് എഗെയിൻസ്റ്റ് ഇറ്റ്. ഈ പ്രകൃതിയുടെ വിശുദ്ധ പദ്ധതി എന്താണ്? ഓക്കെ, അപ്പോൾ മനുഷ്യൻ അതിനെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. നേച്ചറിൻ്റെ വിശുദ്ധ പദ്ധതി എന്താണെന്ന് ഞാൻ പറഞ്ഞേ. നേച്ചേഴ്സ് ഹോളി പ്ലാൻ ഈസ് ടു പ്രൊവൈഡ് പ്ലഷർ അല്ലേ, പ്ലഷറും മനുഷ്യർക്ക് സന്തോഷം നൽകുക എന്നാണ് നമ്മുടെ നേച്ചറിൻ്റെ ഹോളി പ്ലാൻ. നേച്ചേഴ്സ് ഹോളി പ്ലാൻ ടു ഗീവ് ഹ്യൂമൻ പ്ലഷർ. പക്ഷേ നമ്മുടെ മനുഷ്യരങ്ങനെ അതിനെതിരായിട്ട് എന്താ ചെയ്യുന്നത്? ബട്ട് മാൻ ഈസ് ട്രൈയിങ് ടു മനുഷ്യൻ്റെ ക്രൂരത പറയാം അല്ലേ. മാൻ ഈസ് ട്രൈയിങ് ടു ഡിസ്റ്റർബ് അല്ലെങ്കിൽ ഡിസ്ട്രോയ് ദ നേച്ചർ ബൈ കട്ടിങ് ട്രീസ്. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി ബൈ കട്ടിങ് ട്രീസ് ആൻഡ് ബിൽഡിങ് ഹ്യൂജ് ഫാക്ടറീസ് ദാറ്റ് പൊല്യൂട്ട് അവർ എൻവറോൺമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, അതാണ് മനുഷ്യൻ ഈ മരങ്ങളൊക്കെ വെട്ടി വലിയ വലിയ ഫാക്ടറികളൊക്കെ വെച്ച് മനുഷ്യന് തന്നെ മലിനീകരണമൊക്കെ ഉണ്ടാക്കുന്നു. സജസ്റ്റ് ആൻ ഓൾട്ടർനേറ്റീവ് ടൈറ്റിൽ ഫോർ ദ പോയം. ഇതിന് പറ്റി വേറൊരു പേര് കണ്ടെത്താമെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കണ്ടെത്താം. അത് നമ്മൾക്കൊരു സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കണ്ടെത്താം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോയത്തിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് എഴുതാം. അല്ലെങ്കിൽ എന്ത് പറയാം, വേണമെങ്കിൽ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ നേച്ചേഴ്സ് ഹോളി പ്ലാൻ എന്ന് കൊടുക്കാം. ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നിവിടെ നിർത്താം. അപ്പോൾ നിങ്ങൾ പോയം വായിച്ചു നോക്കുക, ജസ്റ്റ് അർത്ഥമൊക്കെ മനസ്സിലാക്കി നോക്കുക.
നമുക്ക് ഇതിൻ്റെ ബാക്കി ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാം. ഓക്കെ, താങ്ക് യു.